ദാ ഇതുപോലെ വീർത്ത് വന്നിട്ടുള്ള നല്ല ചൂട് പൂരിയും മസാലയും അതേപോലെ തന്നെ നല്ല കടുപ്പത്തിലൊരു ചായയും കൂടിയാണെങ്കിൽ എന്താ ടേസ്റ്റ് അല്ലേ, എന്താ അതിന്റെ ഒരു കോമ്പിനേഷൻ, അടിപൊളിയല്ലേ. അപ്പൊ റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാട്ടോ നമ്മുടെ പൂരി മസാല. അതിനായി ഇതാ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം, മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നങ്ങോട്ട് വെന്ത് ശരിക്കും ഒന്നങ്ങോട്ട് ഉടഞ്ഞു വരണേ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും അതേപോലെ തന്നെ പെരിഞ്ചീരകവും ഇതാ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയും അതേപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വരാൻ നേരത്താണ് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ല അത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നും കൂടി കുറുക്കിയെടുത്താൽ മാത്രം മതി. കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് ശരിക്കും ഒന്നും കൂടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ദാ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മസാലയാട്ടോ. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് പൂരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.